എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു പനീർ കറിയാണ്. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന ഒരു പനീർ കറി. അതിന് വേണ്ട സാധനങ്ങൾ, ഇത് പനീറാണ്, 250 ഗ്രാം ഉണ്ട് പനീർ. ഇത് ഞാൻ 2 സബോള അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കേണ്ടതാണ് ഒരു 5 വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത്, പിന്നെ കുറച്ച് ബ്രോക്കൺ കാഷ്യൂ നട്ട്സ്. ഇത് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് അരച്ചെടുക്കണം. പിന്നീടാണ് ബാക്കി ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് വേണ്ട ആദ്യം ഇത് ഫ്രഷ് ക്രീമാണ്. ഞാൻ ഈ ഫ്രഷ് ക്രീം എടുത്തിരിക്കുന്ന എൻ്റെ പാലിൻ്റെ പാട നല്ലപോലെ വെട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്താലും നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുക ഫ്രഷ് ക്രീം. പിന്നെ ഒരു 3 പച്ചമുളക് ഇങ്ങനെ നെടുകെ പിളർന്ന് വെച്ചിരിക്കുന്നു. പിന്നെ വേണ്ടത് മുളക് പൊടിയുടെയൊക്കെ അളവ് നമ്മൾ ചെയ്യുമ്പോൾ പറയാം. ഇത് ഗരം മസാല പൊടിയാണ്, ഗരം മസാലപ്പൊടി. ഉപ്പ്. ഇനി ലാസ്റ്റ് വേണ്ട സാധനങ്ങളാണ് ഇത്. നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് വേണം. ടൊമാറ്റോ സോസ്, മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഇത് കസൂരി മേത്തിയാണ്. ആദ്യമായി നമ്മൾ പാൻ അടുപ്പി വയ്ക്കുക. കുറച്ച് ഇത് റിഫൈൻഡ് ഓയിലാണ് കേട്ടോ, റിഫൈൻഡ് ഓയിൽ. അധികം വേണ്ട, കുറച്ച് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇതിലോട്ട് ഇടണം. സബോള ഒന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഈ ബ്രോക്കൺ കശുവണ്ടിയും കൂടെ ഇതിൻ്റെ കൂടെ ഇടുക. എന്നിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യും. സവോള ഏകദേശം ഇത്രയും മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിലോട്ട് തന്നെ നമുക്ക് ഈ തക്കാളി കൂടെ ഇടാം. ഇനി നമുക്ക് അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്യണം. ഇപ്പം നമ്മുടെ തക്കാളി ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മളിത് തണുക്കാൻ വെക്കണം. ഒരു 5 മിനിറ്റ് തണുത്താലേ നമുക്ക് മിക്സിയിൽ ഇത് അരച്ചെടുക്കേണ്ടതാണ്. ഇതാണ് ഇതിൻ്റെ ഗ്രേവി പനീറിൻ്റെ. അപ്പം നമുക്ക് ഇത് തണുക്കാനായിട്ട് വെക്കാം. നമ്മുടെ ഇതെല്ലാം സബോളയും തക്കാളിയും വെളുത്തുള്ളി ഇതെല്ലാം നല്ലപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് മിക്സിയിൽ. അത് വീണ്ടും നമ്മൾ നമ്മുടെ പാനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് മിക്സിയിൽ നിന്ന്. തീ കത്തിക്കുക. ഇപ്പം ചെറു തീയായിരിക്കണം ഇപ്പം. എന്നിട്ട് ഈ മിക്സിയൊക്കെ കൂടെ നമ്മൾ ആ മിക്സിയിൽ അരപ്പൊക്കെ പറ്റിയിരുന്ന എല്ലാം കൂടെ തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് കേട്ടോ. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇതെല്ലാം കഴുകി അതും കൂടി ഇതിലോട്ട് ഒഴിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പച്ചമുളക്, നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലോട്ട് ഇടണം. അപ്പം നമുക്ക് തീ കുറച്ച് കൂട്ടാം. ഇത് കാശ്മീരി മുളകാണ്, കാശ്മീരി ചില്ലിയാണ്. അതിൻ്റെ ഒരു ചെറിയ ടീസ്പൂൺ ഇടുക. എന്നിട്ട് അതും നല്ലപോലെ ഇളക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുക. മുളക് പൊടിയും അരപ്പും എല്ലാം കൂടെ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യുക. പനീറിട്ട് നല്ലപോലെ ഇളക്കുക.
ഇനി നമ്മൾ ഇതിൽ കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ട് നല്ലപോലെ ഇളക്കുക. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടതിൽ നമ്മുടെ ഗരം മസാലപ്പൊടിയാണ്. മസാലപ്പൊടി ഒരു കുറച്ച്, വളരെ കുറച്ച്, ഒരു 1/2 സ്പൂൺ, ഒരു മണത്തിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ആഡ് ചെയ്യുക. അത് നല്ലപോലെ ഇളക്കുക. ക്രീം ഞാൻ ഇത് പാടെ എടുത്ത് ക്രീമാക്കി വെച്ചിരിക്കുകയാണ്. അതിലോട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കണം. ഫ്ലാസ്കിൽ നിന്ന് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് അവനെ നല്ലപോലെ ഒന്ന് അലിപ്പിച്ചെടുക്കണം. അതേപോലെ തന്നെ ഈ സമയം നമുക്ക് ഈ കസൂരി മേത്തിയിലും കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് വയ്ക്കാം. ക്രീം ആഡ് ചെയ്ത് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കുക. അടുത്തായിട്ട് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് നമ്മുടെ തക്കാളി സോസാണ്. തക്കാളി സോസ് ഒരു ചെറിയൊരു ടീസ്പൂൺ ചേർക്കുക. നിറമൊക്കെ ഒന്ന് നല്ല ഇതാകാൻ വേണ്ടി. ഇനി നമുക്ക് മല്ലിയിലയും കസൂറി മേത്തിയും ഉള്ളു ഇതിൽ ചേർക്കാൻ. വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊരു സ്വല്പം ഇത്രയും ഷുഗർ ചേർക്കും. ഇതിൻ്റെ എല്ലാ ടേസ്റ്റും കൂടെ ഒരു നല്ലൊരു ഇത് വരും. ആ ഷുഗർ ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കുക. ഷുഗർ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ സാധാരണ ഈ രുചികളെല്ലാം കൂടെ ഒന്ന് ഇതാകാൻ വേണ്ടി. ഇനി നമ്മുടെ മല്ലിയില നമുക്കിടാം. നമ്മളിവിടെ ചൂടുവെള്ളം ഒഴിച്ച് ഊത്ത് വെച്ചിരിക്കുന്ന കസൂരി മേത്തിയാണ് ലാസ്റ്റായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത്. നമ്മുടെ പനീർ കറി ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. നമുക്കിത് നല്ലൊരു ഡിഷാണ്. നെയ്ച്ചോറുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയൊക്കെ ഇത് നല്ലൊരു വിരുന്നുകാരൊക്കെ വന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമസ്കാരം.